പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. വചനജാലകം എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 49ാമത്തെ എപ്പിസോഡാണ്. 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് മുഖ്യമായിട്ടും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിന് ഒരല്പം പശ്ചാത്തലം പറയേണ്ടത് ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അവസാന ആഴ്ചയാണ്. പാഷൻ വീക്ക് എന്നാണ് ഇതിനെ അറിയുന്നത്. ഇപ്പം ഈ 11-ാം അധ്യായം നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിലാണ് യെരുശലേമിലേക്ക് കർത്താവ് ട്രയംഫൽ എൻട്രി ആയിട്ട് ഒരു കഴുതക്കുട്ടിയുടെ മേൽ വാഹനം ഏറി കർത്താവ് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണും. അങ്ങനെ കർത്താവ് ദേവാലയത്തിൽ വന്നു. എന്നാൽ സന്ധ്യ ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് കർത്താവും ശിഷ്യന്മാരും കൂടെ ബഥാനിയയിലേക്ക് കടന്നുപോയി. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അടുത്ത ദിവസം ബഥാനിയയിൽ നിന്ന് കർത്താവ് പിന്നെയും യെരുശലേമിലേക്ക് വരികയാണ്. ആ യാത്രാമധ്യത്തിലാണ് അത്തിമരത്തെ ശപിക്കുന്നതായിട്ടുള്ള വിഷയം മർക്കോസ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം 15 മുതൽ ഉള്ള വാക്യങ്ങളിൽ അതിൻ്റെ 19 വരെയും നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഈ നശിച്ചു പോയ അത്തിമരത്തെ പത്രോസ് അത്ഭുതകരമായി ആ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ നിന്ന് കർത്താവ് ഒരു പാഠം അവരെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അത്തിയെ ശപിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ കാണുന്നു. അതിനുശേഷം ഇതേ കാര്യം തന്നെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അത്തിമരത്തിൻ്റെ കാര്യം തന്നെ അതിൽ നിന്നൊരു പാഠം പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇതിനിടയ്ക്കാണ് വാസ്തവത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയത്തെ കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് ഇതൊരു പ്രാവചനികമായ ഒരു ആക്റ്റായിരുന്നു. ഈ യഹൂദ മത അനുസാരികൾ, വിശ്വാസത്യാഗികളായ കപടഭക്തിക്കാരായ ഈ നേതൃത്വത്തിൻ്റെ മേൽ ഉള്ള ദൈവത്തിൻ്റെ കോപത്തെയും ന്യായവിധിയെയും സൂചിപ്പിക്കുന്ന ഒരു പ്രാവചനിക ആക്റ്റായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ധ്യാനിച്ചത്. ഞാൻ ഇത്രയും ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നത് ഇതിനെ തുടർന്നാണ് 11-ന്റെ 27 മുതൽ 12-ന്റെ 34 വരെ ജീസസിൻ്റെ അധികാരത്തെ ഈ നേതൃത്വ നിരയിലുള്ളവർ ചലഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ദേവാലയത്തിൽ വന്ന് അവിടെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ പഠിപ്പിക്കുന്നു. എന്നാൽ സെനദ്രി സംഘത്തിലെ ഫരീസയര്, ഹെരോദ്യര്, സദ്ദൂക്യര് ഇവരൊക്കെ കർത്താവിനെ കോൺഫ്രണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 12-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ 3 തവണയാണ് സെനദ്രി സംഘത്തിലെ ആളുകൾ കർത്താവിനെ വാക്കിൽ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതും നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഇവരുടെ എല്ലാ കുടുക്കു ചോദ്യങ്ങൾക്കും കർത്താവ് തക്കതായിട്ടുള്ള മറുപടി പറഞ്ഞ് 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് പിന്നെ ചോദ്യങ്ങൾ ഒന്നും ഇല്ലാതെ വരുന്നു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട്
അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. അവരുടെ എല്ലാവരുടെയും വായ കർത്താവ് മിണ്ടാതെയാക്കുന്ന ഒരനുഭവമാണ് 12-ാം അധ്യായത്തിൻ്റെ 34-ന്റെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണും. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് ഇനീഷ്യേറ്റ് ചെയ്ത് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പം അതാണ് വാസ്തവത്തിൽ 35 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം കർത്താവിനോട് ഇവർ പല ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, 12-ന്റെ 14, 15 വാക്യം, 12-ന്റെ 23, 12-ന്റെ 28, ഇവിടെയെല്ലാം ഇവർ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്. അവരുടെ വായ മിണ്ടാതെയാക്കിയ ശേഷം കർത്താവ് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ശരിക്കും നമ്മൾ ഒരു കൗണ്ടർ അറ്റാക്ക് പോലെയാണ് ഇവിടെ കർത്താവ് അത് ചെയ്യുന്നത്. എന്നാൽ ഈ ചോദ്യത്തിന് ഒരുപാട് മേഖലകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഞാൻ ആ ഭാഗം മനസ്സിലാക്കുന്നത്, ലാസ്റ്റ് ടൈം അവർക്ക് കർത്താവ് ഒരു അവസരം കൊടുക്കുകയാണ് കർത്താവിൻ്റെ ഐഡന്റിറ്റിയെ തിരിച്ചറിയുവാൻ വേണ്ടി. ഇത്രയും കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ച ഇവരോട് കർത്താവ് വളരെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് സുവിശേഷീകരണത്തിൻ്റെ ഒരു അപ്രോച്ച് നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അവർക്ക് യേശു ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ അവരെ അവിടുത്തെ ഐഡന്റിറ്റി മനസ്സിലാക്കേണ്ടതിന് കർത്താവ് ഒരു ചോദ്യം ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് അതിൽ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയരെ. നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. അവിടുന്ന് ആരാണ്? കേവലം ഒരു മനുഷ്യൻ മാത്രമാണോ, അതോ അവിടുന്ന് ദൈവം ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടതാണോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ ദാസനിൽ നമുക്ക് കേൾക്കാം. സാജു ബ്രദറെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും അവര് കർത്താവിനെ കൊടുക്കാൻ നോക്കിയിട്ടും അവരെ മറ്റ് നിലയിലല്ല. കർത്താവ് അവർക്ക് ഉത്തരം മുട്ടി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊരു ഇവാഞ്ചലിസ്റ്റിക് ഒരു ആഹ്വാനമുണ്ട്. ലാസ്റ്റ് ടൈം നമുക്കറിയാം കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപായി ഈ നേതൃത്വ നിരയിലുള്ള ആളുകൾക്ക് വാസ്തവത്തിൽ അവിടുന്ന് ആരാണെന്ന് കാണിക്കേണ്ടതിലൂടെയല്ലേ ഈ ചോദ്യം, ജീസസിന്റെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന ചോദ്യം? താവൻദാസ് ഒന്ന് പറയാമോ? നമ്മൾ ഈ വേദഭാഗത്തിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവ് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത്, ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ, പിന്നെ അവൻ പുത്രനാകുന്നത് എങ്ങനെ? എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് കേട്ട് സന്തോഷത്തോടെ കേട്ടുപോകുന്നു. ഇവിടെ കർത്താവ് ചോദിക്കുന്നതായ ഈ ചോദ്യത്തിന് ഒരു പശ്ചാത്തലം എന്നാന്ന് ചോദിച്ചാൽ, മശിഹ വരുന്നു എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ മശിഹ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ദാവീദിന്റെ പുത്രൻ. അപ്പൊ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ദാവീദാണ് വലിയവൻ, മശിഹയല്ല. മശിഹയേക്കാൾ വലിയവൻ ഇപ്പോഴും അവരുടെ മനസ്സിൽ ദാവീദാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കർത്താവിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. ദാവീദിനേക്കാൾ വലിയവനാണ് മശിഹ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ദാവീദിന്റെ പുത്രൻ എന്നുള്ളത് ജൂയിഷ് ഹിസ്റ്ററിയിലും അവരുടെ ആ പാരമ്പര്യത്തിലും ലയിച്ച് കിടക്കുന്ന കാര്യമാണ്. അത് സംബന്ധിച്ച് അവർക്ക് യാതൊരു ഡൗട്ടുമില്ല. നമ്മൾ പലയിടങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോഴേ കർത്താവിൻ്റെ ആ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 9:27 അവിടെ 2
ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, ഹാവ് മേഴ്സി ഓൺ us, സൺ ഓഫ് ഡേവിഡ്. ഇതുപോലെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 10-ാം അധ്യായത്തിന്റെ 47-48 വാക്യങ്ങൾ ബാർത്തിമായിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. ഇതുപോലെ മത്തായി 12:23 പുരുഷാരം പറയുന്നുണ്ട്, ഇതിനി ദാവീദിന്റെ പുത്രനാണോ? കാരണം കർത്താവിൻ്റെ അത്ഭുതകരമായ ആ ശുശ്രൂഷ കണ്ടിട്ട് അവിടെ മത്തായി 12:23 അന്ധനായ മ്യൂട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇതുപോലെ മത്തായി 15:22 ജാതിക സ്ത്രീയാണ്, കനാന്യ സ്ത്രീ. കനാന്യ സ്ത്രീ വന്ന് തന്നെ സംബോധന ചെയ്യുന്നത് സൺ ഓഫ് ഡേവിഡ് ആയിട്ടാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മത്തായി 21:9 വാക്യത്തിൽ കർത്താവിൻ്റെ ഈ ട്രയംഫൽ എൻട്രിയിൽ പുരുഷാരമെല്ലാം ഇതേ ടൈറ്റിലാണ് കർത്താവിന് കൊടുത്ത് വളരെ അവര് ഉച്ചത്തിൽ ആർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മാത്യു ജീനിയോളജി എഴുതുമ്പോൾ ജീസസിന്റെ വംശാവലിയിൽ ജീസസ് സൺ ഓഫ് ഡേവിഡ് ആണ് എന്നുള്ളത് ജോസഫിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ ലൂക്കോസ് എഴുതുമ്പോൾ മറിയയുടെ ആ ജീനിയോളജി പറയുമ്പോൾ രണ്ടിടത്തും ഹീസ് ദ സൺ ഓഫ് ഡേവിഡ്. അപ്പൊ അത് മറ്റൊരു നിലയിൽ സജു ബ്രദറെ നമ്മൾ ചിന്തിച്ചാല് സൺ ഓഫ് ഡേവിഡ് ആണ് മെസ്സിയായിട്ട് വരേണ്ടത്. ജീസസ് സൺ ഓഫ് ഡേവിഡ് അല്ലായിരുന്നെങ്കിൽ, കാരണം ഇവർക്ക് കൃത്യമായിട്ട് ജിനിയോളജികൾ ഇവരുടെ സിനഗോഗുകളിൽ, ഇവരുടെ പള്ളികളിൽ സൂക്ഷിക്കുന്നതാണ്. എന്തെങ്കിലും അതിനകത്ത് ഒരു ഉടക്കോ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ജീസസ് കുഡ് നെവർ ക്ലെയിം ടു ബി ദ മസായ. അപ്പൊ ജീസസിന്റെ ആ ജിനിയോളജിയിൽ നിന്നും ജീസസ് ഇസ് ദ സൺ ഓഫ് ഡേവിഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ജീസസ് സൺ ഓഫ് ഡേവിഡ് എന്ന് അവർ പറയുന്നത് അത് റോങ് അല്ല, അത് റോങ് അല്ല. കാരണം അതുപോലെ പഴയ നിയമം മുഴുവനും പറയുന്ന ഇതാണ്, അതെ, ദാവീദിന്റെ ഡിസെൻഡൻസിൽ ഒരാള് മശിയായിട്ട് വരും എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ വിഷയം സാജബ്രദർ പറഞ്ഞ ഇതിനകത്തല്ല വിഷയം, ഇതൊരു മനുഷ്യൻ മാത്രമാണോ എന്നുള്ളതാണ്. അതെ, കേവലം ഒരു മനുഷ്യൻ മാത്രമാണോ, ഓർ ഈസ് ദർ സംതിങ് മോർ? കാരണം ദാവീദിന്റെ മകനായ ശലോമോൻ വന്നല്ലോ, അതെ, എത്രയോ മക്കൾ വന്നു. ഇപ്പോഴ് കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് തന്നെ തിരിഞ്ഞു നോക്കിയാൽ എത്രയോ പേർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും ദാറ്റ് ദേ ആർ ദ ഡിസെൻഡൻസ് ഓഫ് ഡേവിഡ്. അതുപോലെ ഒരാള് മാത്രമാണോ ജീസസ്, ഓർ ഈസ് ദർ സംതിങ് മോർ? ആ ഒരു ആർഗ്യുമെന്റ് ആണ് ഞാൻ അത് സജി പറഞ്ഞു. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം. ഇവരുടെ ദി ഓവർ എംഫസിസ് ഓഫ് ദി ഫിസിക്കൽ ഡിസെൻഡൻസി ഓഫ് ജീസസ്, ഹ്യൂമാനിറ്റി ആസ്പെക്ട് മാത്രം അത് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ പറഞ്ഞതുപോലെ ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരാൾ അല്ലാതെ മറ്റൊരാളായിട്ട് യേശു വന്നാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. എന്നാൽ അത് സംബന്ധിച്ച് ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചിട്ടില്ല. ദാറ്റ് ഇറ്റ്സെൽഫ് പ്രൂവ്സ് ദാറ്റ് ഹി ഈസ് ദ മെസ്സയ. ഷുവർ. അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ദാവീദിന്റെ മാനുഷികമായി അഥവാ ശാരീരിക ആ ഡിസെൻഡന്റ് ആയിട്ട് കർത്താവ് വന്നു എന്ന് മാത്രമേ ഉള്ളെങ്കിൽ, പക്ഷേ ഇവിടെ ആ പുത്രൻ എന്ന് പറയുന്നത് തന്നെ ഡിഫറൻ്റ് ആയിട്ടാണ്. അതായത് ആ ഒരു ഓഫ് കോഴ്സ് ആ മാനുഷിക നിലയിലുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ദാവീദിനെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതുപോലെ അതുപോലെ ഇസ്രായേൽ മക്കൾക്ക്, അതാണല്ലോ മത്തായി സുവിശേഷം എഴുതുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരായ ആളുകളുടെ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പറഞ്ഞാലേ പറ്റുള്ളൂ. എങ്കിലും അതിനപ്പുറത്ത് ഉള്ള ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ മശിഹയേക്കാൾ വലിയ ഒരാളായിട്ട് ദാവീദിനെ അവര് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് തന്നെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തു. കർത്താവ് എൻ്റെ കർത്താവിനോട്, ആ രണ്ടാമത് പറയുന്ന കർത്താവാണ് മശിഹ. ദൈവം മശിഹയോട് പറയുന്നതായിട്ടാണ് 110-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിന്റെ എക്സ്പോസിഷൻ കർത്താവ് നടത്തുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ
അത് ദാവീദ് തന്നെ അവനെ കർത്താവെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദാവീദിനേക്കാൾ വലിയവനാണ് ക്രിസ്തു എന്ന് തന്നെയല്ല, ദാവീദ് അവനെ വിളിക്കുന്നത് കർത്താവെന്ന. അതിനകത്ത് വളരെ കൃത്യമായിട്ടും ദൈവത്വത്തിന്റെ സൂചന അതിനകത്തുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഇതിനകത്തെ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, യഹൂദന്മാർക്കുണ്ടായ ഒരു പ്രശ്നം, അവർക്ക് ഏറ്റവും വലിയ ആള് ദാവീദായിരുന്നു. അതെ, ഞാൻ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുക. അപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്തിട്ട് ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? ആരാണ്ട് പറഞ്ഞു കൊടുത്തത്. അതെ, അല്ലാതെ അവന്റെ സ്വന്തം മനസ്സിൽ നിന്നുള്ളതല്ല. ഒരു പക്ഷേ ഇതൊക്കെയാണ് ആ മതക്കാര് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് യേശുവിന്റെ ആ അപ്രമാദിത്വത്തെ കുറച്ച് കാണിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു ഇതാണ്. മോശ ലോ ഗിവറാണ്, അഥവാ ന്യായപ്രമാണം തന്നത് മോശയാണ്. പക്ഷെ യേശു ന്യായപ്രമാണം തന്നില്ലല്ലോ, അതുകൊണ്ട് യേശുവിനേക്കാൾ വലിയവൻ മോശ. അപ്പം എന്താ പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പെട്ടെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പറഞ്ഞു, മോനെ, മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, മോശയല്ല ന്യായപ്രമാണം തന്നത്. അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു, അയ്യോ, മോശയല്ലേ ന്യായപ്രമാണം തന്നത്? നമുക്ക് ന്യായപ്രമാണം മോശയല്ലേ തന്നത്? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു, ന്യായപ്രമാണം കൊണ്ടുവന്നത് മോശയാണെന്നുള്ളതേ ഉള്ളൂ. ഹി വാസ് ഓൺലി ദ കാരിയർ ഓഫ് ദ ലോ. ലോ തരുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും ദൈവമാണ്. കാരണം മോശ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നില്ല. പ്രത്യുത യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ മോശ ന്യായപ്രമാണം തരുമ്പോൾ പറയാണ്, ഇത് എന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. കാരണം ഐ സേ അൺടു യു എന്നല്ല, thus says the Lord എന്നാണ് പറയുന്നത്. എന്നാൽ ടേക്ക് ദ കേസ് ഓഫ് ജീസസ്, യേശുവിന്റെ കാര്യം എടുത്താൽ യേശു പറയുന്നത് അങ്ങനല്ല, ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരിക്കും ലോ ഗിവർ മോശയല്ല, ലോ ഗിവർ യേശുവാണ്. കാരണം ദൈവത്തിന് മാത്രമേ ലോ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യേശു ദൈവമാണ് എന്ന് ഈ മോനോട് അന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ ആ ദൈവികത, യേശുവിന്റെ ദൈവികത നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ മർക്കോസിന്റെ വിഷയം 1-ാം അധ്യായം പറയുമ്പോഴും പറഞ്ഞ കാര്യമാണ്. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് മത്തായി പറയുമ്പോൾ മർക്കോസ് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ്. കൃത്യമായിട്ട് പറയുകയാണ്, ഹി സൺ ഓഫ് ഗോഡ്, ജീസസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ വാസ്തവത്തില് യഹൂദന്മാർ പാർഷ്യലി കറക്റ്റാ. അതെ, ഹി ഈസ് ദ സൺ ഓഫ് ഡേവിഡ്. പക്ഷേ അതൊരു ആഡിക്വേറ്റ് അറിവല്ല. അവിടെയാണ് കർത്താവ് അവരുടെ പുസ്തകത്തിൽ അവർ വായിച്ച് അവർക്കും അറിയാം ഇത് മെസ്സിയാനിക് സാം ആണെന്ന്. അതെ, മെസ്സിയാനിക് സാം മെസ്സിയായെ കുറിച്ച് പറയുന്ന സങ്കീർത്തന ഭാഗമാണ്. അവർക്കറിയാമെന്ന വാക്യത്തിൽ എടുത്തുകൊണ്ട് കർത്താവ് അവർക്ക് ഒരു ചോദ്യം ഇട്ടുകൊടുക്കുകയാണ്. കാരണം സൺ ഓഫ് ഡേവിഡ് ആണ്, ഹീസ് ഓൾസോ ദ സൺ ഓഫ് ഗോഡ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരാൻ, കർത്താവിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് മുഖ്യമായിട്ടും ആ വിഷയങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഐ ആം ലോർഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, എന്റെ കർത്താവിനോട്. ദാവീദ് പറഞ്ഞില്ലേ, എന്റെ കർത്താവിനോട്, അതാണ് ഞാൻ. അതായത് ഞാൻ കർത്താവാണെന്നാണ് യേശു അവിടെ അവകാശപ്പെടുന്നത്. യേശുവിന്റെ ദൈവികത തന്നെയാണ് അവിടെ കർത്താവ് അവകാശപ്പെടുന്നത്. അല്ലാതെ എന്താണ് ദാവീദിന്റെ പുത്രൻ എന്നുള്ള ജനറ്റിക്കൽ ഇതിനെ നിഷേധിക്കുകയല്ല. അതാ, ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ചിലര് ചിന്തിക്കുന്നത് ജീസസ് മേ ബി denying that. Absolutely no. He is the son of David, but the son of David is also the son of God. അപ്പൊ ഇവിടെ സാജി ബ്രദറുള്ള ഒരു വിഷയം, how can that be? കാരണം ദാവീദിന്റെ വംശാവലിയിൽ വരുന്ന മനുഷ്യനായ ഒരാൾ, സൺ ഓഫ് ഡേവിഡ്, ഹൗ ക്യാൻ ഹി ബി ഗോഡ്, ദ സൺ ഓഫ് ഗോഡ്? അതിനുള്ള ഒറ്റ മറുപടി, ത്രൂ ദ മിറക്കിൾ ഓഫ് ഇൻകാർണേഷൻ. ശരിക്കും ആ ഒരു വെളിപ്പാട് മനസ്സിലായെങ്കിലേ ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ
ദാവീദിന്റെ വംശാവലിയിൽ വരുന്ന ഒരാള് ദൈവമാണെന്ന് പറഞ്ഞാൽ ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചിട്ടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാലത്തിന്റെ തികവെങ്കൽ കന്യകയിൽ ജാതനായി എന്ന തിരുവെഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആ ഇൻകാർണേഷനിലൂടെയാണ് വാസ്തവത്തിൽ ജീസസ് ഇത് ഫുൾഫിൽ ചെയ്യുന്നത്. ഹി ഈസ് ദി ഗോഡ് മാൻ, ദ മസ്സയ ഈസ് ഗോഡ് എന്നുള്ള ആ ഒരു അറിവിലേക്ക്, ആ വെളിപ്പാടിലേക്ക് നമ്മൾ വരുന്നത്. യേശുവിന്റെ ദൈവികമായ ഐഡന്റിറ്റിയാണ്. അതാണ് നമ്മൾ പാസ്റ്റർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് യേശുവിനെ ഒരാൾ പിൻപറ്റണമെങ്കിൽ തീർച്ചയായും യേശുവിന്റെ ദൈവികമായ ഐഡന്റിറ്റി മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിനകത്ത് സായിബ്രദർ നമുക്ക് അത്ഭുതം തോന്നും. ഇവര് സ്കോളേഴ്സാ, അവരിതെല്ലാം പഠിപ്പിക്കുന്നവരാണ്. അതെ. സൺ ഓഫ് ഡേവിഡ് ആണെന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഇല്ല. ഈ റെഫറൻസ് മുഴുവൻ കാണാതെ പറയും. പക്ഷെ സൺ ഓഫ് ഡേവിഡ് ഈസ് ഓൾസോ ദ സൺ ഓഫ് ഗോഡ് എന്നുള്ള വെളിപ്പാടില്ല. സി, വാസ്തവത്തിൽ ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭാഗികമായ അറിവുകൾ എത്ര ഡേഞ്ചറസ് ആണ്. ഒരു സമൂഹത്തെ മുഴുവനും നയിക്കുന്ന ഈ ഫരീസയരും ശാസ്ത്രിമാരും ഈ മതപണ്ഡിതന്മാർ, അവർ ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ് ബിക്കോസ് ഓഫ് റോങ് ടീച്ചിങ്. കർത്താവ് ഏറ്റവും അവസാനം അവർക്ക് ആഹ്വാനം കൊടുക്കുന്നത് അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. കർത്താവ് അവർ വചനത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം സായിബ്രദർ, അത് നമുക്ക് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഹീ സ്പീക്കിംഗ് ഫ്രം സ്ക്രിപ്ചേഴ്സ്. അല്ലാതെ ജീസസ് എപ്പോഴും സംസാരിക്കുന്നത് പഴയ നിയമത്തിലെ സ്ക്രിപ്ചേഴ്സ് എടുത്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മുടെ വാസ്തവത്തിൽ കണ്ണുകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തുറക്കട്ടെ. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഭാഗികമായിട്ടുള്ള അറിവുകൾ വിടുതലല്ല. കൃത്യമായിട്ടും ആ വചനത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് നമുക്കില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ അത് ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ദേവാലയമുണ്ട്, ദേവാലയത്തിലെ കർമ്മങ്ങളും ആചാരങ്ങളും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അവരുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ പോകുകയാണ്. എന്നിട്ട് നമ്മൾ അത് 37-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ, എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടു പോന്നുവെന്ന്. ഓക്കെ, സന്തോഷത്തോടെ, കാരണം ഇവരുടെയൊക്കെ വായുമിണ്ടാതാക്കുന്ന സന്തോഷമാണ്. പക്ഷെ എന്നാലും അവർ യേശുവിൻ്റെ ദൈവത്വം അക്സെപ്റ്റ് ചെയ്ത്, ഇതാണ് ദൈവത്തിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് കമണ് വീണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ആരാധിക്കേണ്ടതിന് പകരം ഏറ്റെടുക്കേണ്ടതിന് ദേ ജസ്റ്റ് ഹാപ്പി. ദാറ്റ്സ് എ ഗുഡ് മെസ്സേജ്. ഗുഡ് മെസ്സേജ്. പലപ്പോഴും ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയുന്നത് നല്ല മെസ്സേജാണ്, നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു, നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഇതിലല്ല കാര്യം ഇരിക്കുന്നത്. കൃത്യമായിട്ടും യേശുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ തുറക്കണം. നോയിങ് ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. യു ഗോട്ട് ക്രൈസ്റ്റ്, യു ഹാവ് എവ്രിതിങ്. ഈ മതപണ്ഡിതന്മാർ അവരവരുടെ മതത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ചവരാണ്. അതുപോലെ അവരുടെ പഴയ നിയമ സ്ക്രിപ്ചേഴ്സൊക്കെ അതിനെ ഗാർഡ് ചെയ്യാൻ ജീവൻ വേണേ കൊടുക്കുന്നവരാണ്. ബട്ട് ദേ മിസ്ഡ് ഔട്ട് ഓൺ ജീസസ് ക്രൈസ്റ്റ്. എന്തൊരു ട്രാജഡിയാ. എന്നിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചോട്ട മറുപടിയായിരുന്നു. ഇത് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? പല യോഗങ്ങൾക്കിരിക്കുമ്പോഴും നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുമ്പോഴും ഇതാണ് പലരും പറയുന്നത്. നല്ല മെസ്സേജായിരുന്നു, പുതിയ പോയിന്റ്സ് ഉണ്ടായിരുന്നു, അല്ല ഇന്നേരെയും കൂടെ അവരൂടെ കേൾക്കേണ്ടതായിരുന്നു. എത്രയോ നമ്മൾ ചർച്ചകളിലൊക്കെ പോയി മിനിസ്റ്റർ ചെയ്യുമ്പോൾ കേൾക്കേണ്ടവരെല്ലാം വന്നിട്ടില്ലായിരുന്നു. ഇതാണ് പറയുന്നത്, കേൾക്കേണ്ടവരെല്ലാം വന്നിട്ടില്ലായിരുന്നു. അവിടെ ഇരിക്കുന്ന സദസ്സിനോടില്ലയോ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കേട്ടുകൊണ്ടിരിക്കുന്ന
ഈ സ്റ്റഡി കേട്ടുകൊണ്ടിരിക്കുന്ന ആലയത്തിൽ കൂടിയിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ സന്തോഷിച്ചു. ഇറ്റ്സ് ഗുഡ് മെസ്സേജ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ബിക്കോസ് മറ്റവരുടെ വായ അടച്ചു. പക്ഷേ ഈ വെളിപ്പാടിലേക്ക് അവർ വന്നില്ല. അല്ലെ, വെളിപ്പാട് മാത്രമല്ല, യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ എപ്പോഴും ആരാധനയിലേക്ക് ആളുകളെ നയിക്കണം. ആമേൻ. അതായത് ആരാധനയിലേക്ക് നയിക്കപ്പെടാത്ത അറിവുകൾ വാസ്തവത്തിൽ പ്രയോജനരഹിതമാണ്. ഇപ്പൊ ഇൻഫാക്ട് ദ ട്രൂ പ്രീച്ചർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ദ റിയൽ വർഷിപ്പ് ലീഡർ. ഷുവർ. കാരണം ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പ്രസന്റ് ചെയ്യുമ്പോൾ അതല്ലേ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ചലനമുണ്ടാക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായി പ്രേരിപ്പിക്കുന്നത്. അതെ, ആരാധന. അതായത് ഇവിടെ യേശു ആരാണെന്നുള്ള തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞതുപോലെ കവിണ്ണു വീഴുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് ഈ വാക്കുകൾ നയിക്കപ്പെടേണ്ടതായിരുന്നു. അതായത് ഇത് ശരിയായ നിലയിൽ മനസ്സിലാക്കി കഴിഞ്ഞ ഈ ആളുകളൊക്കെ അവരോട് പറയുകയാണ്, ഐ ആം ദ ലോർഡ് എന്ന് പറയുന്നതിന് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദാവീദ് എന്നെ വിളിച്ചത് കർത്താവ് എന്നാണ്. ദാറ്റ് മീൻസ് ഐ ആം ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ കവിണ്ണു വീഴുന്നൊന്നും കാണുന്നില്ല. അതെ, അവർക്ക് മെസ്സേജ് ആണെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ, അതായത് ദൈവികമായ തിരിച്ചറിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അവനെ കവിണ്ണു വീണ് ആരാധിക്കുന്ന ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക്. ഇന്ന് ഞങ്ങളെ കേൾക്കുമ്പോഴും യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. ആരാധനയിലേക്ക് വരണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുക, യെസ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഡേവിഡ്. പക്ഷേ ദ സൺ ഓഫ് ഡേവിഡ് ഈസ് ഓൾസോ ദ സൺ ഓഫ് ഗോഡ്. ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നാം രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. ആത്മരക്ഷയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മശിയ കേവലം മനുഷ്യനല്ല. യഹൂദന്മാർ തെറ്റിദ്ധരിച്ചത് മശിയ ദാവീദിന്റെ കൂട്ട് കുറെ മിലിറ്ററി കോൺക്വസ്റ്റുകളൊക്കെ നടത്തും. നോ, മശിയ ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ അടുത്തറിയുവാൻ പിന്നെയും കർത്താവ് കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.